മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. സാറേ, എലിക്കണിയിൽ പെട്ടിന്റെ വിരലെല്ലാം പോയി. ഞാൻ തവലിസ്റ്റാണ്. ഞാൻ അങ്ങനെ ജീവിക്കണ്ട് സാറേ. എനിക്കൊരു 50 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം തരണം. അയ്യോ, അതിന്റെ കാണുന്ന സാറാ. നഷ്ടപരിഹാരം കൊടുക്ക്. എന്റെ പൊന്നു സാറേ, വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ആ സാറ് തരും, ഈ സാറ് തരും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ പാവങ്ങളെ പറ്റിക്കാൻ നിൽക്കുന്നത്? ഇതിപ്പോ ഈ എലിപ്രശ്നം മന്ത്രി വരെ അറിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ പത്രക്കാരറിഞ്ഞു. എങ്ങനെ പത്രക്കാരറിഞ്ഞു? അതാണ്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങളും പത്രക്കാരും ഒക്കെ അറിയും. സാറാണ് ഈ സ്ഥാപനത്തിന്റെ സൂപ്രണ്ട്. സാർ അറിയാതെ ഒരു വാർത്തയും പുറത്തു പോകാൻ പാടില്ല. അതറിഞ്ഞൂടെ? എന്തെങ്കിലും കുരിശ് വരുമ്പോൾ ഞാൻ സൂപ്രണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ എന്താ അറിയാമോ? അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ. കൊടുത്തോ. സാറുമാരെ ഇങ്ങനെ തർക്കിച്ച് ഇങ്ങനെ നേരം കളയാണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ നോക്കുക. ഇതിനിപ്പോ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ 17ാമത്തെ വാർഡിൽ HOD വരും. ആരോടി വരുന്നത്? HOD മൊയ്തു സാർ വരും. സാറ് വന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരും. അതിനുശേഷം നമുക്ക് വേണ്ട നടപടികൾ ചെയ്യാം. നടക്കില്ല. നല്ല കയ്യ എലിക്കണി വെച്ച് കളയുകയും ചെയ്ത് പൈസയും കിട്ടില്ല. ഒരാശുപത്രി സൂപ്രണ്ടാവാനേ ബുദ്ധി വേണം, ബുദ്ധി. ഇതുപോലെ മണ്ടത്തനങ്ങൾ കാണിക്കരുത് കേട്ടോ. എലി മഞ്ചം എന്തായിരുന്നു? 2-3 വെച്ചിട്ടാണോ സൗകര്യം ഒപ്പിടും? എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാനിടാ. ഇട്ടോ. തന്റെ ആഗ്രഹം തന്നെ. എനിക്ക് ഈ കസേര ഇരിക്കണം, അതല്ല തന്റെ ആഗ്രഹം. എന്റെ പൊന്ന് സാർ, അതാ ഒപ്പം കേടതിനകത്ത് ഞാൻ ലാസ്റ്റ് ആ പേപ്പർ വെച്ചത് കണ്ടൂടെ? ഇത് ശരി. അപ്പൊ ഗാനമേളയില് പാട്ട് പാടലാണ് ഇപ്പൊ എനിക്ക് പണി. പാട്ട് പാടല്ല, മെയിൻ തബല വായിക്കല്. അതെന്താ സാധനം? തബല മറ്റേ കൊട്ടുന്ന വായിക്കുന്ന പുസ്തകം, പാട്ടുസോ? പാട്ടൂസല്ലാന്ന് ഒന്ന് പറഞ്ഞോട്ടെ. ആ കൊട്ടണത് ചെണ്ട. ആയിക്കോട്ടെ, അങ്ങനെ. അപ്പൊ അങ്ങനത്തെ സാധനം. പക്ഷെ പരിപാടിയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു എന്നോട്. ആദ്യമായിട്ട് പാടുന്നതാണ്. ജനങ്ങൾ ഭയങ്കര നല്ല ഓഡിയൻസ്. ഗാനങ്ങൾ അടിപൊളിയായി എല്ലാം പിരിയാൻ വേണ്ടി അവസാനം. അപ്പൊ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ, ഒരു അവസരം കിട്ടുന്നല്ലേ. അങ്ങനെ ഞാൻ പാടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു പാട്ട് പാടിപ്പോയി. അത് കുറച്ച് നല്ല ശാസ്ത്രീയ സംഗീതത്തിലെ പാട്ട്. ഫസ്റ്റ് തന്നെ കല്ല് കയറി വീണു. പിന്നെ അനുമോദനം എന്നാ പറയുന്നവര്. അതിൻ്റെ പിന്നെ പുറത്ത് പറയില്ലത്. എന്തിനാ പാടാൻ പോയത്? അനക്ക് അറിയണ പണി ചെയ്താൽ കൂടായിരുന്നോ? നമ്മളെല്ലാം മനസ്സൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഒരു പാട്ട് പാടണമെന്നല്ല ഇല്ലേ? ഇത് താഴ്ത്തി വെച്ചാൽ കൊറ്റിരിക്കണ മാതിരി നിൽക്കണത് കണ്ടോ? ഒരു കൊറ്റിരിക്കണ മാതിരി പാടാൻ ചെക്കന് കളിക്കാൻ കൊടുക്കാൻ ഇങ്ങനെ. വേറെ ഇത് എങ്ങനെയും കഴിഞ്ഞിട്ട് പോവാം എന്ന് ചോദിച്ചാൽ തലേരെ കൊട്ട്. ഇത് ഇനി 2 ആഴ്ച കഴിയണം പോണെങ്കിൽ. എവിടെ ചെന്നല്ല എനിക്ക് കണി തന്നെ. അവിടെ ഗാനമേളക്കാരുടെ ഇവിടെ എലിക്കണി. ആരെവിടെ എലി കടിച്ചെന്നൊക്കെ പറഞ്ഞു? എവിടെയാ കടിച്ചത്? നല്ല കടിയാണല്ലോ. അല്ല, എലി തന്നെയാണോ കടിച്ചത്? ഉറപ്പാണോ? ഇത് പെരിച്ചായി കടിച്ച മാതിരി ഉണ്ടല്ലോ. എലി കടിച്ചിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ആയത്? അല്ല, ഇവിടെ വന്നതിന് ശേഷം എലി കടിച്ചത്. അതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമുണ്ടായില്ലേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അതല്ല, അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ കൂടി അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് എലി കടിച്ചത്. ഇവിടെ നിറയെ എലികളുണ്ട്. നിങ്ങൾ ശരിക്കും കണ്ടിക്കണോ? ശരിക്കും കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു എലി ഇറങ്ങി കണ്ടല്ലോ. ശരി, വേറെ ആർക്കൊക്കെ കംപ്ലൈന്റ് ഉള്ള? ഇനി വേറെ ആർക്കും കംപ്ലൈന്റ്? നിങ്ങൾക്ക് എന്താ കംപ്ലൈന്റ്? കംപ്ലൈന്റ് അങ്ങനെ അടുത്തൊരു കംപ്ലൈന്റും പറഞ്ഞല്ലോ.
നിങ്ങളെ എലി കടിച്ചിനോന്നാ ചോദിക്കണേ? എലിയൊന്നും എന്നെ കടിച്ചിട്ടില്ല. ഇന്നെന്തിനാ എലി അടിക്കണം? നിങ്ങൾ കണ്ടിക്കണോ പാടില്ല എലീനെ? എലിനെ ഞങ്ങൾ കണ്ടു, പിന്നെ അന്ന് കണ്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ കണ്ടില്ലേ? ഇവരൊക്കെ കണ്ടല്ലോ. അപ്പൊ അതിനെ തല്ലിക്കൊന്നൂടെ? ഞങ്ങളിവിടെ എലിനെ തല്ലി കൊണ്ടാൻ വന്നേക്കല്ല, ചികിത്സക്ക് വന്നേക്കല്ലേ. അല്ല ഈ ഒരു എലി തന്നെയാണോ വീണ്ടും വീണ്ടും വരുന്നത്? അല്ല ഒരുപാട് എലി ഉണ്ടോ? അതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല. ഒരു എലീനെ കണ്ട് അതെന്നാണോ പിന്നെയും പറഞ്ഞത്, അതോ ഇനി വേറെ ഉണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് വരുമ്പോ അതിന്റെ മേലെ എന്തെങ്കിലും ഒന്ന് ചോക്കോണ്ടിട്ടൊന്ന് പറഞ്ഞിട്ടാ പോരെ, അപ്പൊ അറിയില്ലേ? എലിയുടെ മുകളിലോ? ഞങ്ങളൊരു പ്രശ്നമായിട്ട് ഇവിടെ വന്നിരുന്നോളി. എലിയുടെ മേത്ത് അല്ലാണ്ട് നിങ്ങളെ കൂടെ ആരാളുള്ള ഇവിടെ? കൂടെ ആരുമില്ല, ഞാൻ ഒറ്റക്ക് തന്നെ. ആരും ഉണ്ടാവില്ല. ഇതെന്താ പറ്റി? എലിക്കണിയില് ഇയാളോ എലിക്കണിയിൽ കൈയിട്ടാള്? എന്തിന്റെ സൂക്കേടനോട് നമുക്ക് എലിക്കണിയിലൊക്കെ പോയി കൈയിടാൻ? അയാൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. അതല്ലേ സാറേ, ഫോണ് കാണുന്നില്ല, കറണ്ടും ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ തപ്പി പോകുമ്പോ അതില് ഒന്ന് കൈ പെട്ടുപോയി, അപ്പം കടിച്ചിരുന്നു. അപ്പൊ ഫോൺ എലിക്കണിന്റെ ഉള്ളിലെ വെച്ചിന്? എലിക്കണിയിൽ അതിന്റെ പരുവത്തോടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ശ്രദ്ധിക്കണ്ട, നിങ്ങളെ ചെറുപ്പം തലക്കം തലി അടിച്ചാ? തലക്കല്ല, അത് ഗാനമേളയിലേ ചെണ്ട കൊട്ടണ ആളാ. അല്ലല്ല, തബല. തബല പൊട്ടുന്നതിന് എന്ത് തലക്ക് പറ്റി? അത് ഒന്നും പറയാണ്ടിരിക്കുന്നല്ല സാറേ. സാറേ, നിങ്ങൾ ഇതൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. ഒരു വിരല് പോയി. പെങ്ങളെ ഈ നഷ്ടപരിഹാരം തരണമെന്ന് നമ്മളല്ല, അതൊക്കെ മന്ത്രിസഭയിൽ നിന്ന് ഒരു തീരുമാനിച്ചിട്ട് ചെയ്യണോ? നമ്മളിതിപ്പോ റിപ്പോർട്ട് അയക്കാൻ വേണ്ടിട്ട് വന്നാണ്. സിസ്റ്ററെ, ഈ എലി ഏത് വഴിയാ ഇതിന്റെ അകത്ത് കയറണേന്ന് വല്ലതും അറിയാമോ? അതിനിപ്പോ CCTV ക്യാമറ വെക്കേണ്ടി വരും. എവിടെയോ? അതൊന്നും നടക്കൂല. പോണ വഴി അറിയാം സാർ. അതില്ല, അത് ആ സൈഡിൽ കൂടെ അങ്ങനെ ബാത്റൂമിന്റെ അങ്ങനെ പോണ വഴി കിട്ടിയിട്ട് കാര്യമില്ല. വഴി കണ്ടിട്ട് കാര്യമില്ല, നമുക്ക് കയറുന്ന വഴി തിരിയണം. അത് എഴുതി വെച്ചോ. തോന്നലേക്കും ചിലപ്പോ എലിയൊന്നും നയിക്കൂല. വിരല് പോയതും തോന്നലന്നെ. തോന്നലന്നെ. അല്ല എലി മാത്രല്ലല്ലോ, വേറെ പല സാധനങ്ങളുണ്ട്. എലി എലി എന്ന് തന്നെ പറയുന്നോണ്ടാണ്. അല്ല ഇനിയിപ്പോ ഇടക്ക് പുലിന്നും പറയാ. ഇപ്പൊ വന്നത് എലിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ പേര് കോയ. ഡിസ്ചാർജ് ഞാൻ മാസത്തിൽ 1-2 തവണ ഇവിടെ ഉണ്ട് സാറേ. ഞാൻ ശങ്കരൻകുട്ടി ഡോക്ടർ ഇല്ലേ, ഇവിടുന്ന് ബ്രെഡും മുട്ടയൊക്കെ ഓറഞ്ചും ഒക്കെ ഫ്രീ കിട്ടുന്നുണ്ട്. വെറുതെ തരണല്ല, അവിടെ അഡ്മിറ്റ് ചെയ്തോണ്ട് തരണാണ്. അത് അതിന്റെ വേസ്റ്റ് ഒന്നും നിലത്തിടരുത്, അപ്പൊ എലി വരും. അതൊന്നുമില്ല, സിക്കന്നെ കഴിയണില്ല, പിന്നെ എങ്ങനെ നിലത്തിടണേ? അപ്പൊ ശരി, ആനുകൂല്യം കിട്ടുന്നത് 4 പോയിന് വരലേ. ഒക്കെ പറയാ. ഇനി കാലിലൊന്നും പറ്റാണ്ട് നോക്കിക്കോട്ടി. അത് പ്ലാസ്റ്റിക് കൊട്ട കെട്ടി, പ്ലാസ്റ്റിക് കൊട്ട കെട്ടി എന്തെങ്കിലും കെട്ടിക്കോ. ഇവരൊക്കെ ഇവരുടെ ഔദാര്യത്തിൽ കഴിയണ മാതിരിയാ നമ്മളൊക്കെ. ഗവൺമെന്റ് ആശുപത്രിയില് സർക്കാരുകാരുടെ ചെലവിൽ ഇവരൊക്കെ അങ്ങോട്ട് വന്ന് ചോദിക്കണത് അവരുടെ കുടുംബത്തിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് എടുത്ത് തരുന്ന മാതിരിയാ. എന്താ മൂപ്പരുടെ ഉങ്ക്? ഞാൻ അതന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ. അതെ, ഇപ്പൊ ഈ CCTVയിലൂടൊന്നും എലി വരുന്ന പൗത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ത് പഴുതേ ബൈ എലി വരുന്ന ബൈയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മുടെ ഈ ഹോസ്പിറ്റലില് 17ാം വാർഡിൽ മാത്രമേ എലിയെ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ ശരിയാവും സാറേ. 21ാം വാർഡിൽ എലിപ്പനി സ്ഥിരീകരിച്ചു. അത് എലിപ്പനിയല്ലേ, എലിയല്ലല്ലോ. ഈ എലിപ്പനി പരത്തുന്നത് എലിയല്ലേ? പക്ഷെ അവിടെ എലി ഉണ്ടോ? പിന്നെ എലി ഇല്ലാതെ എലിപ്പനി വരുമോ? അല്ല, അവിടെ ആ വാർഡിൽ ആരെങ്കിലും എലിനെ കണ്ടുക്കണോ നേരിട്ട്? എലിയെ കണ്ടില്ല. അല്ല പിന്നെ പിടിയത്. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇവിടുന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴേ അതിൽ 2 കാര്യങ്ങൾ പ്രതിപാദിക്കണം. ഒന്ന്, നമ്മുടെ ഹോസ്പിറ്റലിൽ എലി പ്രവേശിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അതിൽ പറയണം. ഇനി പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ തുരത്താൻ നമ്മൾ ശക്തമായ പ്രതിവിധി നടത്തിയിട്ടുണ്ടെന്ന് അതിൽ കാണിക്കണം. റിപ്പോർട്ട് നിൽക്കുള്ളൂ. പ്രതിവിധി കാണിച്ചിട്ടുണ്ടല്ലോ സാറ്. എലിക്കണി വെച്ചിരുന്നു. എലിക്കണി വെച്ചിട്ട് ആളെ കൈ പോയില്ലേ? അത് പിടി. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇങ്ങനെയുള്ള മണ്ണത്തിനെ കാണിക്കുന്നത്. പക്ഷെ ഞാൻ എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? എലി അങ്ങോട്ട് വീഴും. ആര് പറഞ്ഞു എലി അതിന്റെ അകത്ത് വന്ന് കയറുന്നത്? സാറേ, ഞാൻ അപ്പുറത്തെ വാർഡില് തേങ്ങാക്കൊത്ത് കൊറേ വിതറിയായിരുന്നു. എന്തിന്? ആര് പറഞ്ഞിട്ട്? സാറ് പറഞ്ഞ എലിയെ പിടിക്കാൻ. അല്ല സാറേ, ഈ എലി ഇവിടെ വന്നിട്ട് ആൾക്കാരുടെ രോഗികളുടെയും കൈകാലും ഒക്കെ ആണല്ലോ കടിച്ചു തിന്നുന്നത്. അപ്പൊ അത് വിശന്നിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തേങ്ങ ഇട്ട് കൊടുത്ത് അത് നിന്നിട്ട് അതിന്റെ വിഷം മാറും, അത് പോകും. സാറേ, ഞാൻ ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ എവിടെ കടന്നു പോകും. അതെ, ഈ സൂപ്രണ്ടിന്റെ കീഴിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ആയിട്ടിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല. കഷ്ടം തന്നെയാണ് കാര്യങ്ങൾ. തേങ്ങയൊക്കെ എന്താ വരാ? ആ തേങ്ങയാണ് ഇങ്ങനെ ബദറെന്ന് പറഞ്ഞാല്. അതുപോലെ ആരെങ്കിലും പച്ചത്തേങ്ങ കൊണ്ടുപോയി വെതറോ എലിക്ക്? സാറേ, തേങ്ങ വെതറിനതിന് മുമ്പ് അതുകൊണ്ട് ഒന്ന് ചുടണം, എന്നാലേ ആ മണം പിടിച്ച് എലികൾ വരുള്ളൂ. മറിമായം